ഹായ് ഡി ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഒരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫാണ്. ഒരു ഡേ മുത്താരി കാണിക്കുമെന്ന് അറിയില്ല. ചിലപ്പോൾ ഉച്ച കഴിഞ്ഞിട്ട് നമുക്ക് മൂത്തമ്മൻ്റെ വീട്ടിൽ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലത്തെ പരിപാടി എന്ന് വെച്ചാൽ ഓലൊക്കെ സ്കൂളിൽ പോയതിന് ശേഷം വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാണ്. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം നമുക്ക് മൂത്തമ്മൻ്റെ വീട്ടിൽ പോകണമെന്ന് ഇങ്ങനെ പറഞ്ഞിനു. മഴ ഇല്ലെങ്കിൽ പോകാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആകമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുകയാണ്. അപ്പം നമുക്ക് ഉച്ചക്കിലേക്ക് കർമ്മൂസപ്പേരിയും മീൻ കറി, മീൻ പൊരിച്ചത്, പപ്പടം ഇതൊക്കെ കേട്ടോ. പിന്നെ ഇത് ചില നാട്ടിൽ നിന്ന് കർമ്മത്തിന്നോ എന്താ അങ്ങനെ എന്തൊക്കെ പറയുന്നുണ്ടല്ലോ അല്ലേ പപ്പായ്ക്ക്. അപ്പം നമ്മളെ നാട്ടിൽ കർമ്മൂസ, ചുണ്ണി കർമ്മൂസ. ഇത്ര വലുപ്പമൊന്നും ഇല്ല കേട്ടോ ഇത് അല്ലേ, ചെറുതാ. പയമ്പൊരിയോ? പയമ്പൊരിയൊക്കെ തിന്ന് തീർത്തില്ല ഇനി നമ്മക്കില്ല. അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ ഈ വീഡിയോ ഒരു കുറച്ച് ദിവസം മുമ്പ് എടുത്താണ്. പിന്നെ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലേറ്റായി, ഓരോ തിരക്ക് കാരണം. അപ്പോൾ ഇന്നും നിലയൊക്കെ ആയിട്ട് നല്ല മഴയാട്ടോ ഇവിടെ. ചിലപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോൾ അങ്ങ് പുറത്തുനിന്ന് ഇങ്ങനെ വെള്ളം ചാടുന്ന സൗണ്ടൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടാവും. അപ്പോൾ എന്താ വെച്ചാൽ ക്ലീനിങ് ഒക്കെ ഏകദേശമൊക്കെ കഴിഞ്ഞ് മീനെ വെള്ളത്തിലിട്ട് വെച്ചിരിക്കണം. അതിൻ്റെ ചുണങ്ങൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം. പിന്നെ ഞങ്ങൾ വെളുത്തുള്ളി അച്ചാറിടാൻ വേണ്ടിയിട്ട് വെളുത്തുള്ളി തോല് ഒളിക്കുക കേട്ടോ. കുറച്ചേ ഉള്ളൂ, അതിനെക്കൊണ്ട് പിന്നെ ആവിയായിട്ട് ഇങ്ങനെ പോക്കണ്ട വിചാരിച്ചിട്ട് പിന്നെ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ തുലിക്കുകയാണ്. ഞാനും ജാബിയാണ് തൊലിക്കുന്നത് കേട്ടോ. പിന്നെ ഉമ്മ അവിടെ കർമ്മൂസ ഉപ്പേരിയൊക്കെ റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഒന്ന് തൊളിച്ചിട്ട് പിന്നെ ഞാൻ എന്ത് ചെയ്തു, മീൻ വെള്ളത്തിലിട്ടീനല്ലോ, അതൊന്ന് മുറിക്കാൻ പോയി. വാണേ വാ പൂച്ചേ. കറിവേപ്പിലൊക്കെ തിന്നോ? എന്നാരും ഒന്നും ചെയ്യൂല. ചീച്ചുണ്ട്, നീ തിന്നോ? വറക്കാൻ വന്നേ പച്ച നോക്കുമ്പോൾ അതാ ഈ കുഞ്ഞതാ ഉള്ളത്. ഫ്രിഡ്ജിൽ നോക്കുമ്പോൾ ഇല്ല, കഴിഞ്ഞിക്കണ്. എന്തായാലും ഉള്ളത് വെച്ചിട്ട് നമുക്ക് ഇന്നത്തെ കറിക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. നാളേക്ക് കടയിൽ നിന്ന് വാങ്ങിക്കണം.
അപ്പോൾ ഇതാ മീൻ കറി വെക്കാൻ പോവാണ്. ചട്ടി ചൂടായി വെളിച്ചെണ്ണ ഒഴിച്ച് തക്കാളി ഇട്ട് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇട്ട് ഇങ്ങനെ വഴന്ന് വന്നിട്ട് മസാലകളൊക്കെ ഇടാൻ പോവാട്ടോ. അങ്ങനെ ഉച്ചക്കലത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ രാത്രിയൊക്കെ മൂത്തമ്മൻ്റെ വീട്ടിലേക്ക് സൽക്കാരം ഉണ്ടായിരുന്നു. ഞങ്ങളും പിന്നെ മൂത്തമ്മൻ്റെ മോൻ്റെ ഓള വീട്ടുകാരും. അപ്പോൾ എല്ലാവരും കൂടെ ആയിരുന്നു. അപ്പോൾ എന്താ പറയുക, ഓലൊക്കെ ഇങ്ങനെ ഫുഡൊക്കെ ഓരോന്ന് റെഡിയാക്കുന്ന തിരക്കിലാണ്. പിന്നെ മക്കളൊക്കെ ഉണ്ട് ഇങ്ങനെ അവിടെ നിന്ന് കളിക്കുന്നത്. ആതിഷ് ബോയ്, ആതിഷ് ആതിഷ് ഹായ് ഹായ് പറയൂല. ജസീൻ്റെ അടിപൊളി ബിരിയാണി അല്ലേ? പിന്നെ ബീഫ് ബിരിയാണി. ബീഫാ? അപ്പോൾ മൂത്തമ്മൻ്റെ മൂത്ത മോളാണ് ജെസ്സി. ഓളാണ് ഫുഡൊക്കെ റെഡിയാക്കുന്നത്. അപ്പോൾ ബീഫ് ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ ഒക്കെ സെർവ് ചെയ്ത് ടേബിൾ മേലേക്ക് കൊണ്ടുപോയിക്കണ തിരക്കാണ്. അപ്പോൾ ഓലെ വീട്ടിൽ നിന്ന് ആൾക്കാരൊക്കെ വന്നേനു. മാറി. പിന്നെ വെറും ചോറും ഉണ്ടായിന്, അതിലേക്ക് മീൻകറിയും പിന്നെ മോരുകറിയും പപ്പടവും ഒക്കെ ഉണ്ടായിനു. അങ്ങനെ പിന്നെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ മൂത്തമ്മൻ്റെ മരോളെ വീട്ടിലുള്ള ഓലൊക്കെ പോയതിന് ശേഷം പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒത്ത് എപ്പോഴെങ്കിലുമൊക്കെ അല്ലേ കൂടുന്നത്. ഞങ്ങൾ കൂടിയാൽ പിന്നെ സംസാരിച്ചാൽ പിന്നെ സമയം പോകണമെന്നൊന്നും അറിയില്ല. അതാണ് ഞങ്ങളവസ്ഥ. അപ്പോൾ എല്ലാവരും കൂടെ ഒന്നിച്ച് ഒരു ടൈം കിട്ടിയപ്പോൾ സമയം പോയത് അറിഞ്ഞേയില്ല. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ എല്ലാവരും ഭയങ്കര സംസാരത്തിലാട്ടോ. സമയം ഇപ്പോൾ 1 മണി നിൽക്കുന്നത്. 12:40 നിങ്ങൾ കണ്ടില്ലേ? 1 മണിക്കാണ് കട്ടൻ ചായ കുടിക്കുന്നത്. പിന്നെ ഉറക്കൊക്കെ ഒന്ന് വയ്യോട്ടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഷിബി പോയിട്ട് കട്ടൻ ചായ ഒക്കെ കാച്ചി കൊണ്ടുവന്ന് അങ്ങനെ അതൊക്കെ കടിച്ച് ഇങ്ങനെ കുത്തിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ പോകുന്ന അവിടുന്ന് 1:30 മണിക്ക് കേട്ടോ. അങ്ങനെ തിരിച്ച് പിന്നെ വീട്ടിലേക്ക് പോയി. അപ്പോൾ പിന്നെ വീഡിയോ എടുക്കാനൊന്നും ഒരു മൂടുണ്ടായില്ല, ഉറക്കിൻ്റെ ഭ്രാന്തായി. പിന്നെ ഇനി വീഡിയോ അത്രയൊക്കെ ഉണ്ടാവും. വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ ടൈമായിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുന്നു.